ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 10ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 8 മത്സരാർത്ഥികളാണ് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ സാബുമാൻ, ആസ് യൂഷ്വൽ സാബുമാൻ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും സേവായി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് രണ്ടാമത് വന്നിരിക്കുന്നത് വേദലക്ഷ്മിയാണ്. മൂന്നാമത് നെവിൻ ഈ പറയുന്ന നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഷാനവാസും അനീഷും അനുമോളും അക്ബറും ബിന്നി സെബാസ്റ്റ്യനും ഈ ഒരു നോമിനേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 8 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള 3 കണ്ടസ്റ്റൻസും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. അനുമോളും അനീഷും ഷാനവാസും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നോമിനേഷനിൽ നിന്നൊരു മുക്തി കിട്ടി രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ഒന്ന് ആര്യൻ എന്തോ ലക്ക് ഉണ്ടായിരുന്നു. ആരും ആര്യന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് നൂറയുടെ പേരും ആരും മിണ്ടിയില്ല. അതൊരു വലിയൊരു ലക്ക് തന്നെയാണ്. അടുത്തതായിട്ട് ആദില ക്യാപ്റ്റൻ ആയതിന്റെ പേരിൽ ആദിലയെ മാർക്കും നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ നെവിൻ, സാബുമാൻ. ഈ പറയുന്ന 3 കണ്ടസ്റ്റൻസിനെയാണ് ഞാൻ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ജനപിന്തുണ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന 3 കണ്ടസ്റ്റൻസ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് സേവായി പോകുന്ന കണ്ടസ്റ്റൻസ് ഈ പറയുന്ന അനീഷും അനുമോളും ഷാനവാസും തന്നെ ആയിരിക്കും. വേദലക്ഷ്മിയും കഷ്ടിച്ച് കയറി പോകുമെന്ന് തോന്നുന്നു. അക്ബർ ഖാന്റെ കാര്യത്തിലും ചെറിയൊരു സംശയമുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. വോട്ടിംഗ് തുടങ്ങി നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിക്ഷന്റെ കാര്യത്തിലായാലും പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പല തീരുമാനങ്ങളും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞാനിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലൊരു എവിക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കണ്ടസ്റ്റൻസിന് കിട്ടുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിലും അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലൊക്കെ വോട്ട് ചെയ്യാതെ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് അവരുടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്